ഇന്ന് ഭാരതത്തിലെ സർക്കാരും ജനങ്ങളും ഒരു പാഠം പഠിക്കേണ്ട അവസരമാണ്. കാരണം നീറ്റ് പരീക്ഷ തന്നെയാണ്. നീറ്റ് പരീക്ഷ ഒരു കലാപമാക്കി മാറിയതിന് കാരണം കേന്ദ്ര സർക്കാരിന് അറിയാം. അതിലേക്ക് കടക്കുന്നില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് പഴയ കാലഘട്ടമല്ല. പലതരത്തിലുള്ള അന്താരാഷ്ട്ര ഇടപെടലുകളും ജനാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. പല മത സംഘടനകളും ഭീകര സംഘടനകളും രാഷ്ട്രത്തെ അഥവാ ജനാധിപത്യ രാജ്യങ്ങളെ തകർക്കാൻ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അതിനു കാരണം അവർ ലോകത്തെക്കുറിച്ചുള്ള അറിവും ജീവിതത്തെക്കുറിച്ചുള്ള അറിവും പൊതുവായ ജ്ഞാനവും ബുദ്ധിയും ഒക്കെ വികസിച്ചു വരേണ്ട കാലഘട്ടമാണ്. വികസിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടു തന്നെ അവരെ വളരെ വേഗം ഇവർക്ക് സ്വാധീനിക്കാനും തെറ്റായ വഴിയിലേക്ക് നീക്കുവാനും കഴിയും. അത് പ്രകൃതിയാ ഉള്ളതാണ്. അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടു തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലും മുതിർന്നവർക്കും സർക്കാരിനുമാണ് ഉത്തരവാദിത്തം. വിദ്യാഭ്യാസപരമായി അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച അങ്ങനെയുള്ള ഏതു വിദ്യാർത്ഥി പ്രശ്നങ്ങളും പരിഹരിക്കാൻ സമരം അനുവദിക്കരുത്. സമരം അനുവദിക്കാൻ പാടില്ല എന്ന് നിയമാനുസൃതമായി ബിൽ അവതരിപ്പിച്ച് അത് നിരോധിക്കണം. പിന്നെ എങ്ങനെ ചർച്ചയിലൂടെ മാത്രം പ്രശ്നം അവതരിപ്പിക്കാം എന്ന് നാം പഠിക്കണം. ഏതു സമരവും കലാപവും അവസാനം ചർച്ചയിലൂടെ തന്നെയാണ് പരിഹരിക്കുന്നത്. അതിനാൽ വിദ്യാർത്ഥി പ്രശ്നം രക്ഷിതാക്കളും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി പ്രതിനിധികളും പൗരന്മാരും അടങ്ങിയ ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും അതിലൂടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുകയും പ്രശ്നങ്ങൾ ഈ ബോർഡിൽ ജനങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക്, പൊതുപ്രവർത്തകർക്ക് എല്ലാം ഈ ബോർഡിൽ പ്രശ്നം അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരം കൊടുക്കണം. അതുകൊണ്ടു തന്നെ ഈ പ്രശ്നത്തിൽ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കു മാത്രമേ അനുവദിക്കാവൂ. അംഗീകൃത സംഘടനകൾക്കും സമരം ചെയ്യാൻ അനുവദനീയമായ സ്ഥലത്ത് 500 പേർക്ക് മാത്രമേ സമരം ചെയ്യാൻ അനുവദിക്കാവൂ. അവർ 10 ദിവസം മുൻപേ സമരത്തിന് അപേക്ഷിക്കുകയും 500 പേരുടെയും അഡ്രസ്സ്, ബാങ്ക് വിവരങ്ങൾ, ആധാർ കാർഡ് കോപ്പി
ഫോൺ നമ്പർ എന്നിവയെല്ലാം കൃത്യമായി സർക്കാർ വാങ്ങിച്ചു വെക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ സമരത്തിന് അനുവദിച്ചാൽ വിദേശ ശക്തികളും നമ്മുടെ രാജ്യത്തിനുള്ളിലെ രാജ്യവിരുദ്ധ ശക്തികളും രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും. അത് അവർക്ക് എളുപ്പം സാധിക്കുകയും ചെയ്യും.